ഹലോ മൈ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ പോണേ? പെരുന്തൽമണ്ണക്ക്. ഈ ചങ്ങായി മനസ്സുണ്ടല്ലോ, കുറച്ച് ദിവസം ഇന്നെ അടങ്ങറാക്കണോ. ഇടങ്ങറായിട്ട് 4 ദിവസമായി ഇന്നക്ക്. ഇച്ചന് വല്ല പൂതിയൊന്നുമില്ല. കുടിയിൽ കടന്നുറങ്ങി എന്നെ വിളിച്ചിരുത്തി, അതും ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ പോവല്ലേ. അത് എപ്പോൾ 2 മണിക്ക്. ഈ നടുവും വെയിലത്തെ നമ്മൾ പോണത്. കണ്ണടിച്ച് നോക്കിയപ്പോഴോ എന്താ പമ്പിന് മുമ്പിൽ നിർത്തി. എന്താ ഇന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ല, വേറെ കളിയൊന്നുമില്ലല്ലോ. നമ്മൾ ബൈക്ക് പിന്നെ ഉസാറല്ലേ. ഒരു 100 റുപ്യ 50 റുപ്യ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ എവിടെയും പോയി വരാം. ഒരാഴ്ച എണ്ണ അടിച്ചിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ഉസാറ് കൂടി ഉണ്ടാവും ഇനി ബൈക്കിന്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഉറങ്ങാം. ക്ഷീണിതനായിട്ട് ഞാൻ ഉറങ്ങി ടൈം ഉണ്ടല്ലോ, പണ്ടാറി കുരിപ്പ് കള്ള സൂറ കാട്ടിക്ക MS വളവിൻ്റെ മുകളിൽ. അപ്പോൾ എന്താ ഇവിടെ നിർത്തിയത്? ഒന്നുമില്ല, എൻ്റെ പൂതി കൊണ്ട് നിർത്തിയാണേ. കുറച്ച് ദിവസം എങ്ങോട്ട് കയറാനുള്ള പൂതി. പടച്ചോനെ, പല ആൾക്കാർക്ക് പല പൂതി. പക്ഷേ ഈ ഇവർക്ക് ഇങ്ങനത്തെ കയറുന്ന പൂതി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ അമ്മോ. എന്തായാലേ അങ്ങാടിപ്പുറത്ത് എത്തിക്കണം. അങ്ങാടിപ്പുറത്തിയപ്പോഴേ പിന്നെ ഒരു ഓർമ്മ വന്നേ. എന്തായാലും നമുക്ക് ചായ അടിക്കണം കേട്ടോ. ചായ എൻ്റെ ഓൾറെഡി വീക്ക്നെസ്സാണ്. 5 കിലോ എൻ്റെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ 20 കിലോ ആ ഹെൽമെറ്റൊക്കെ ഉണ്ട്. അതാണ് പവർ. തല പോലെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തല വെച്ചിട്ട് ഒരൊറ്റ കാര്യം പറയട്ടെ. സത്യം പറയണേ, പിന്നെ സർവീസ് അടിപൊളിയാണേ. ഒരു മാറ്റില്ല, തള്ളില്ല. ബിലാലേ, എൻ്റെ വണ്ടിയിൽ എങ്ങനെ ഉണ്ടാ? ബിലാൽ ചോദിച്ചപ്പോൾ നിർത്തേലും ബിലാൽ മറുപടി, സർവീസ് അടിപൊളിയാണ്, ഒരു മാറ്റില്ല. അതാണ് പവർ. ഒന്ന് നോക്കി ഞാൻ ബിലാൽ മൂപ്പിച്ചിട്ട് ഒന്ന് നോക്കി നമ്മൾ ജൂബിലിക്ക് വേറെ വിട്ടു ചായ അടിച്ചാലും. അപ്പോൾ നോക്കിയ മനെ ഹെൽമെറ്റ് വെച്ചിട്ടും ആ വള്ളി എൻ്റെ ഉള്ളുകൾ കയറുന്നുണ്ട്. അപ്പോൾ എന്താ തല വലുപ്പമാണേ. എല്ലാവരും തല പോലെ എൻ്റെ തല മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ വലുപ്പം കൂടുതലാണ്. ഞാൻ വലിയ ഭാഗ്യവാനത്രേ. പക്ഷെ 5ൻ്റെ വയസ്സല്ല എന്നുള്ളൂ. എന്താ അറിയില്ല. ഇവിടെ ബിലാൽ അവിടെ ഇരിക്കടാ, നമുക്ക് 2 ചായ പോരട്ടെ മോനെയോ, 2 ചായ പോരട്ടെ എന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല. എന്നാൽ മോനോ രണ്ടാമത്തെ സമൂസ വരട്ടെ. ചിക്കൻ സമൂസ തന്നെ ആയിക്കോട്ടെ, വലിയ തന്നെ ആയിക്കോട്ടെ. തറവാട്ടിലാണ് ഞങ്ങൾ. ഒന്നും നോക്കിയില്ല. ചെക്കൻ എടുത്തു തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് എടുത്ത് കുതിർത്ത് നല്ല ചായ അടിച്ചു തന്നു. ഒന്നും നോക്കിയില്ല. 2 സമൂസയും തന്നു. സമൂസ പറഞ്ഞാൽ ഇങ്ങനത്തെ എവിടെ പെരുന്നവണ്ണങ്ങാടി എവിടെ കിട്ടില്ല. ഇങ്ങനത്തെ ചായ വയനാട് തേയിലത്തോട്ടത്തിൽ നിന്ന് ഇട്ടാ പോലെ കാരണം. ബിലാലുകൾ കുടിച്ചാൽ എൻ്റെ പൊന്നോ. വയനാട് പോയ പോലെ അത്രേ. എന്നാൽ പിന്നെ വയനാട് ചുരത്തേക്കും പോകണ്ട, ഇവിടെ തന്നെ കുടിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടും ഒറ്റയടി തന്നിട്ടുണ്ടല്ലോ. എന്തായാലും ആ ചായ പവർ കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കോഫി കൂടി പോന്നോട്ടെ. ബിലാൽ ഇടങ്ങണ്ണിട്ട് നോക്കുകയാണ്. എന്തിന്? ഓൻ്റെ പോക്കറ്റിൽ നല്ല കായ് ആടണം, നമ്മളതല്ലല്ലോ. ബിലാൽ ഇതൊക്കെ പൊരുത്തപ്പെടണം. ഹലാലായ ജീവിതമല്ലേ. നമുക്ക് ചെയ്താലും കുറ്റില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുറ്റില്ല. അതുകൊണ്ട് ഇജ്ജല് പൈസ കൊടുക്കണേ. ഒരു ചിക്കൻ പൊക്കോടെ ആയിക്കോട്ടെ. ആ ചേക്ക എടുത്ത് മുന്നിക്കട് വെച്ചപ്പോൾ എൻ്റെ പൊന്നോ, ഞാൻ ഒരു കടയിൽ കടിച്ച സ്ലോ മോഷന്. കഴിഞ്ഞ പ്രാവശ്യം കടിച്ചപ്പോൾ എൻ്റെ പല്ല പോയത്. ഇപ്രാവശ്യം ബിലാൽ പറഞ്ഞു കടിച്ചുമ്പോൾ നോക്കിക്കൊണ്ടിട്ടോ പല്ല് പോയില്ലെങ്കിൽ. സംഭവം എനിക്ക് എന്നോട് സ്നേഹമുണ്ട്. ഒന്നും നോക്കിയാൽ ഈ ചങ്ങായിയാണത്. ദുൽമോട്ട സാധനം. ഓൻ്റെ ബൈക്കും കാണുന്നിട്ട് 4-5 ദിവസമായിട്ട് ഇന്ന് അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ബൈ.